Is the FIFA World Cup already scripted? ഈ വേൾഡ് എക്കോണമി ഫോറത്തിന്റെ ആ ഒരു പർട്ടിക്കുലർ ആ ഒരു പോസ്റ്ററിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് റൊണാൾഡോ വേൾഡ് കപ്പ് ജയിക്കും. അതിപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു. 2022 ഈ പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു അർജന്റീന കപ്പ് അടിക്കുന്നതെന്ന്. പക്ഷേ നമ്മൾ ഓൾറെഡി കണ്ടു. ഇപ്പോൾ VAR മതി ടെക്നോളജിയൊക്കെ ഉള്ളതുകൊണ്ട് കളി കൺട്രോൾ ചെയ്യണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ കുറേ കൂടെ എളുപ്പമായിട്ടുണ്ട്. കറന്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഇപ്പോൾ അർജന്റീന വീസസ് ആ പർട്ടിക്കുലർ ടീം ഏതായിരുന്നു? കേപ്പ് വെർഡെ. റൈറ്റ്. അതിൻ്റെ കളി ഇപ്പോൾ കഴിഞ്ഞോളൂ. മേ ബി ഒരു 15-20 മിനിറ്റ് ആയി കാണത്തുള്ളൂ. സോ അപ്പോൾ വേൾഡ് കപ്പിൻ്റെ ഈ ഹീറ്റുള്ള സമയത്ത് ഒരു കോൺസ്പിറസി ഓൺലൈനിൽ ഓടുന്നത് അതിന് ആൾക്കാർ പല പല ആംഗിൾസ് പറയുന്നുണ്ട്. പോകുന്നതനുസരിച്ച് ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർച്ചുഗലാണ് എന്തായാലും ജയിക്കത്തുള്ളൂ. ബെൻസിബായ് ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീൽ ചിലപ്പോൾ നമ്മളിവിടെ കാണിക്കും. ബട്ട് ബേസിക്കലി അതിൽ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ വേൾഡ് സമ്മിറ്റ് അതിൻ്റെ ഫോട്ടോ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ കവറിൽ റൊണാൾഡോനെ പോലെ ഇരിക്കുന്ന ഒരാൾ ബോൾ കിക്ക് ചെയ്യുന്നൊരു ഫോട്ടോ ഉണ്ട്. അതിൽ കുറേ റെഫറൻസ് ഉണ്ട് വേൾഡ് കപ്പ് ആരും ജയിക്കുന്നതെന്ന്. സോ പോർച്ചുഗൽ ജയിക്കും. സോ മെസ്സി ലാസ്റ്റ് ഇയർ എടുത്തു, അല്ലെങ്കിൽ ലാസ്റ്റ് വേൾഡ് കപ്പിൽ എടുത്തു, ഇനി റൊണാൾഡോ എടുക്കും. അങ്ങനെ രണ്ട് കോച്ചും വേൾഡ് കപ്പ് എടുത്ത് റിട്ടയർ ആവുന്നു. ഫിഫയ്ക്ക് വ്യൂ കിട്ടുന്നു, അങ്ങനെ സംഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇതായിരിക്കും സ്ക്രിപ്റ്റഡ് ആണ്, 100% സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് ചില ആൾക്കാരുടെ ഫുൾ ഫോളോവിങ് തന്നെ അങ്ങനെ വന്ന ആൾക്കാരുണ്ട്. ഇൻ കേസ് അതങ്ങനെ നടന്നില്ലെങ്കിൽ അവർ എയറിലാവും, ബട്ട് ദെൻ സ്റ്റിൽ അവർക്ക് ഫോളോവിങ് ഉണ്ടാവും. അപ്പോൾ പക്ഷേ അവരത്രയും കോൺഫിഡൻ്റ് ആയിട്ട് അത്രയും പുഷ് ചെയ്യുന്നു. അപ്പോൾ അവരെത്ര പുഷ് ചെയ്യുന്നു അത്രയും വ്യൂ ഒക്കെ വരുന്നത്. അങ്ങനെ കുറേ കോൺഫിഡൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ആസ് എ വേൾഡ് കപ്പ് ഫാൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ സാധനം. കഴിഞ്ഞ വർഷമല്ല, എനിക്ക് തോന്നുന്നു വേൾഡ് കപ്പ് ഇറങ്ങുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു സാധനമാണ് കോൺസ്പിറസി അല്ല, സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളൊരു സാധനം. എനിക്കൊന്ന് കഴിഞ്ഞ വർഷം ഭയങ്കര ഇതായിരുന്നു. വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ ഈ പ്രാവശ്യം കേൾക്കുന്നുണ്ട്. ഒരു വീഡിയോ ഞാൻ കണ്ടത്, അതിലവർ പറഞ്ഞ വേൾഡ് കപ്പ് തുടങ്ങി 2042 വരെയുള്ള വിന്നേഴ്സിനെ ഓൾറെഡി പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കഴിഞ്ഞ അർജന്റീന ജയിക്കുന്ന വരെ ഉള്ളത് അങ്ങനെയായിരുന്നു. ഈ വർഷം പോർച്ചുഗലിനെ കാണിക്കുന്നത്. അത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രാൻസോ. സോ അപ്പോൾ അങ്ങനെ എന്തോ പോകുന്നൊരു ചാർട്ട് എവിടുന്നോ ആരോ കണ്ടുപിടിച്ചോണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞൊരു സാധനം കണ്ടായിരുന്നു. അത് എന്തുമാത്രം ശരിയാണെന്ന് അറിയില്ല. പക്ഷേ പോർച്ചുഗൽ ജയിക്കും എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടുന്ന ഒത്തിരി പേരെ കണ്ട. അവരെന്തൊക്കെയോ റെഫറൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈവൻ വേൾഡ് കപ്പിൻ്റെ ആ ലോഗോയുടെ അതിനകത്ത് കളർ റെഫറൻസ് ചുമല, പച്ച, ബ്ലൂ, അത് പോർച്ചുഗലിൻ്റെ ഫ്ലാഗിൻ്റെ കളറാണ്. അതുപോലെ തന്നെ ആ 3 ബോളിൻ്റെ വേൾഡ് കപ്പിൻ്റെ ആ 3 ബോളിൻ്റെ ആ ഒരു പിക്ചറുണ്ട്. അതും കറക്റ്റ് ആ പോർച്ചുഗലിൻ്റെ ഫ്ലാഗിനകത്തുള്ള ആ ഒരു വട്ടത്തിൻ്റെ കറക്റ്റ് സെയിം ഇതായിട്ട് വരും. പോർച്ചുഗലിൻ്റെ ഫ്ലാഗിനകത്ത് വട്ടമുണ്ടോ? അതിനകത്ത് നടക്കൊരു ഒരു സാധനം ഉണ്ട്. അതുപോലെ അതേ പൊസിഷനിൽ തന്നെ 3 വേൾഡ് കപ്പിൻ്റെ ബോൾ ഇരിക്കുന്നതൊക്കെ. അതൊന്ന് വേൾഡ് കപ്പിന്റെ ബോളോ? ഏത് ബോള്? ലൈക്ക് ഫുട്ബോളോ? ഫുട്ബോൾ 3 ബോൾ എനിക്ക് മനസ്സിലായില്ല. നീ പൊസിഷനിങ് അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. സോ അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ കാണുന്നുണ്ടാവും. ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആയിരിക്കും ഇത്. ഓൾറെഡി നമുക്കറിയാം ഈ സ്പോർട്സ് പറയുന്ന സാധനമല്ല, ഈ എൻ്റർടൈൻമെൻറ്റ് പോലുള്ള സാധനങ്ങളെല്ലാം പണ്ടൊക്കെ ഓർക്കുന്നുണ്ട്. WWE ഒക്കെ ഓർക്കുന്നുണ്ട്. എല്ലാവരും ഇരുന്ന് കുത്തിയത് കാണുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മൊത്തത്തിൽ ലീക്കായി സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള കാര്യം. അതെല്ലാവർക്കും അറിയത്തില്ലായിരുന്നു. അത് ലീക്കാനുണ്ടായിരുന്നല്ലോ. കുറെ നാൾ മുന്നേ ആർക്കും അറിയത്തില്ലായിരുന്നല്ലോ അത് സ്ക്രിപ്റ്റഡ് ആണെന്നല്ല. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ കുഞ്ഞിലെ അല്ലല്ല ആ സമയത്ത് ഇരുന്ന് കണ്ടോണ്ടിരുന്നവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറുപ്പത്തിലും അവിടെ പോയിരുന്ന ആണെന്നവർക്കൊക്കെ അത് പോയിരുന്ന ഓഡിയൻസ് ഒക്കെ ക്രൗഡിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. വീട്ടിൽ വാച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പിള്ളേർക്കൊക്കെ എല്ലാം മനസ്സിലാക്കുന്നില്ല. പിള്ളേർക്ക് ഇപ്പൊ കണ്ടാലും അത് ഒറിജിനൽ. പിള്ളേരെന്ന് മാത്രമല്ല, നമ്മൾ പിള്ളേരായിരുന്നോണ്ടിരുന്നപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ജനറേഷൻ തൊട്ട്, എനിക്ക് അതിന് മുന്നത്തെ കാര്യം എനിക്കറിയില്ല, ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ആ ഒരു സമയം തൊട്ടുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു അങ്ങനെ വിശ്വസിച്ചിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞാണ് ഭയങ്കരമായിട്ടുള്ള ന്യൂസ് എല്ലാവരും കേൾക്കുന്നത്. ഇത് സ്ക്രിപ്റ്റഡ് ആണ്, മറ്റേ അണ്ടർടേക്കറൊക്കെ മരിച്ചു പോയിട്ട് പൊന്തി വന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ചാൻസ് ഉണ്ട് അതൊക്കെ സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ എല്ലാ സ്ക്രിപ്റ്റഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഇതങ്ങനെ ആവണമെന്ന് നിങ്ങൾ എത്ര ശതമാനം വിശ്വസിക്കുന്ന സംഭവം വെച്ചാൽ, ഈ വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറഞ്ഞ ഈ കവർ ഉണ്ടല്ലോ, ഇത് ഇറങ്ങിയത് November 10, 2025 ഇറങ്ങുന്നത്. അതിനകത്തുള്ള പടങ്ങളൊക്കെ അതിനെ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. നെതന്യാഹുവിന്റെ പടം, ട്രംപിന്റെ പടം, ഹൻഡ വൈറസിന്റെ പടം, മൂണിലേക്ക് പോയ ആ സാധനത്തിന്റെ പടം, പിന്നെ അതിന്റെ ഏറ്റവും മൂലയ്ക്ക് റൊണാൾഡോയുടെ ആ പടം. റൊണാൾഡോയുടെ റെഫറൻസ് ആണെന്നാണ് പറയുന്നത്. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ സിംസൺസ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സിംസൺസിന്റെ ഇതില് USA നടക്കാൻ പോകുന്ന വേൾഡ് കപ്പിൽ ഫൈനൽ വരാൻ പോകുന്നത് പോർച്ചുഗൽ വേഴ്സസ് മെക്സിക്കോ ആയിരിക്കും. അത് ആ കാർട്ടൂണിൽ നിന്ന് കാണണം. കറക്റ്റ് ആ സ്റ്റേഡിയം, കറക്റ്റ് ആ മെക്സിക്കോ, അത് തന്നെ ഈ പറഞ്ഞ പോലെ മെക്സിക്കോ, പിന്നെ പോർച്ചുഗൽ അവരുടെ ഗെയിം ആ ഫ്ലാഗ് കാണിക്കുന്നു. പിന്നെ കാണിക്കുന്നത് അവർ റൊണാൾഡോ തന്നെ കാണിച്ചിട്ട് കപ്പ് ജയിച്ചിട്ട് ഈ സിംസണെ റൊണാൾഡോ വീട്ടിലേക്ക് കാണാൻ പോകുന്ന ഒരു ഇതാണ് കാണിക്കുന്നത്. അത് സിംസണെ ഒരുപാട് കാര്യം പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ മറ്റേ ആപ്പിളിന്റെ ആ സാധനം ഉണ്ടല്ലോ, VR, അതിന്റെ കാര്യം പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വൈറസിന്റെ കാര്യം എല്ലാം പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് സിംസൺസ്. അതിലൊന്ന് മാത്രം ഇത്. പിന്നെ ഒത്തിരി പ്രഡിക്ഷൻസ് കാണാം. ഈ ആൾക്കാർ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട് പൂച്ച പട്ടീനെയൊക്കെ വെച്ചിട്ട്
2 കൊട്ടയോടെ കൊണ്ടേക്ക് വന്നിട്ട് പട്ടി പോയി ഏത് കൊട്ടയെന്നാ ഫുഡ് എടുത്ത് തിന്നുന്ന ആ ടീം ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഡിക്ഷൻ. പ്രഡിക്ഷൻ അല്ല, അത് ജസ്റ്റ് ആൾക്കാർക്ക്. പക്ഷെ അത് നീ അങ്ങനെയുള്ള പേജ് എടുത്ത് നോക്കിയാൽ അവരൊക്കെ എന്ത് അത് പക്ഷേ ഉടായപ്പോൾ അത് അവർ എനിക്ക് തോന്നുന്നു 2 വീഡിയോയും ചെയ്യും, 3 വീഡിയോയും ചെയ്യും. എൻ്റെ ടീം ജയിക്കുന്നതും ടൈ ഉള്ള വീഡിയോയും ചെയ്യും. പക്ഷെ ഏതാണോ ജയിക്കുന്നത് ആ വീഡിയോ വൈറലായി പോകും. ചില പേജിനകത്ത് എല്ലാ വീഡിയോയും കിടപ്പുണ്ടാവും. അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പടമുണ്ട്, ഈ വൈൻ കപ്പ് ഇങ്ങനെ താഴോട്ട് പോകുന്നത്. അതിനകത്ത് ആ വീഡിയോയിൽ അതാ പറയുക, ആ ഡേവിഡ് ബെക്കം കുടിക്കുന്നതിന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെനിസ്വേലയിൽ 2 earthquake എന്നൊക്കെ. അതൊക്കെ ഭയങ്കര വൈൽഡായി പോയി. എന്നാലും കോൺസ്പിറസി, അതായത് വൈൻ്റെ വേറെ ഏതോ ഒരു അർത്ഥം എർത്ത് എന്തോ ആയിരുന്നു. ഡേവിഡ് ബെക്കം വൈൻ കുടിച്ചപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 2 earthquake എന്നൊക്കെ ഭയങ്കര വൈൽഡായി പോയി. അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ വേൾഡ് കപ്പ് ഇപ്പൊ ലെറ്റ്സ് സേ വേൾഡ് കപ്പ് സ്ക്രിപ്റ്റഡ് ആണെന്ന് പുറത്തു വരുക, അങ്ങനെ നടക്കത്തില്ല. അങ്ങനെ നടക്കുവാണെങ്കിൽ നമ്മളെല്ലാവരും ജീവിക്കുന്ന എത്ര ഫേക്ക് റിയാലിറ്റി ആണെന്നുള്ള പേര്, കാരണം ആൾക്കാരുടെ ഫുൾ റിയാലിറ്റി മാറി പോകും. വേൾഡ് കപ്പ് ഇതാണെങ്കിൽ ഈ മെസ്സി ചിരിക്കുന്ന, മെസ്സി കരയുന്ന, റൊണാൾഡോ കരയുന്ന എല്ലാം ഫേക്ക് ആയിരിക്കും. അവർക്ക് അറിയാൻ ജയിക്കാൻ പോകുന്നവരാണെന്ന്. ടീം അവരറിഞ്ഞോണ്ടായിരിക്കണമെന്നില്ലല്ലോ. പക്ഷെ ആ 11 പ്ലേയേഴ്സ് അറിയാതെ എങ്ങനെ അവർ കളി ജയിപ്പിക്കുന്നത്? റെഫറി വിചാരിച്ചാൽ പോരെ. റെഫറി വിചാരിക്കുക ഈ സിസ്റ്റം എന്തുമാത്രം സിസ്റ്റം അവർ ഗോൾ അടിക്കണ്ടേ? വാറൊക്കെ നോക്കി പോർച്ചുഗലിന്റെ ടീമിലെ അവന്റെ തലയിലെ മുടി കൊണ്ടിട്ടുണ്ടോന്ന് നമ്മളെല്ലാം വിശ്വസിച്ചിട്ടില്ലല്ലോ. അത് വേറെ ബെറ്റിംഗിലല്ലോ എടുത്തുള്ളൂ. അല്ലല്ല, അതല്ല ഞാൻ പറഞ്ഞു. അതാണ് വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഈ കോൺസ്പിറസി തിയറി പറയുന്നവരൊക്കെ എൻഡിങ് ആയിട്ട് കൊണ്ടുവെക്കുന്നത്, ഞാൻ അതുകൊണ്ട് ഇന്ന ടീമിനെ ബെറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ആർക്ക് ബെറ്റ് ചെയ്യുന്നു എന്നാണ് ഈ കൊണ്ടുവെക്കുന്നത്. ഞാൻ കുറേ വീഡിയോ കണ്ട് അങ്ങനെ അവർ ബെറ്റിങ്ങിനകത്ത് ജസ്റ്റ് ഇത് ഇറക്കുന്നത് പോലെ എനിക്ക് അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതല്ലേ. ഇപ്പൊ ഇത്ര സിസ്റ്റം കൊണ്ടുവന്നു, വാർ, ആ ടെക്നോളജി, വാറിന്റെ ഈ പുതിയ സാധനം കണ്ടായിരുന്നു. പണ്ടെന്നൊക്കെ പറഞ്ഞ് റിയൽ ടൈം ഇമേജാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അവര് ആൾക്കാരുടെ 3D ഇമേജ് പോലത്തെ സാധനം കാണിക്കുന്നത്. പെട്ടെന്ന് ആളിനെ ഇവിടെ പോസ് ചെയ്തിട്ട് പെട്ടെന്ന് 3D വരും, എന്നിട്ട് അവിടെ ലൈൻ വരയ്ക്കും. എന്നിട്ട് അതിലാണ് ഒരുത്തൻ്റെ മറ്റേ കൊളംബിയ മാച്ചിൽ അവൻ്റെ കാലിൻ്റെ അറ്റം ഇവിടെ വന്നു. പിന്നെ ഇന്നലത്തെ മറ്റവൻ്റെ മുടിയിൽ ഉരഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. പോർച്ചുഗലിൻ്റെ കളിയിൽ ലാസ്റ്റ് ഇവന്മാരൊരു ഗോൾ അടിക്കും. അതിൽ ഓഫ് സൈഡ് ആയിരുന്നു, അത് ക്ലിയർ ഓഫ് സൈഡ് ആയിരുന്നു. പക്ഷെ അത് വന്നത് ഡിഫൻഡറിന്റെ തല തട്ടിയാ വന്നത്. നമുക്ക് വീഡിയോയിൽ ഇവന്റെ തലയെ കൊള്ളുന്നതായിട്ടൊന്നും നമുക്ക് മനസ്സിലാവില്ല. അല്ലല്ല, ഡിഫൻഡറിന്റെ അല്ല, ക്രൊയേഷ്യൻ പ്ലെയറിന്റെ മുടിയിൽ ടച്ച് ചെയ്തു. സോറി, ക്രൊയേഷ്യൻ ഡിഫൻഡർ ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ക്രൊയേഷ്യൻ പ്ലെയറിനെ തലയെ കൊണ്ടിട്ടാ വന്നത്. അത് കഴിഞ്ഞ് പക്ഷെ തലയെ കൊണ്ടുപോയിട്ട് ഒരു ഡിഫൻഡർ തല ഇടിക്കുന്നില്ല. അത് ഇന്റർനാഷണൽ ആയിട്ട് ടച്ച് അല്ലാത്തതുകൊണ്ട് അത് കൂട്ടത്തില്ല. അത് പുള്ളി മനഃപൂർവ്വം തട്ടിക്കളയാൻ പോയായിരുന്നു കൂട്ടിയാനെ. പക്ഷെ അത് വന്ന് ചുമ്മാ തട്ടിപ്പോയോണ്ട് കൂട്ടത്തില്ല. പക്ഷെ അപ്പൊ അത് മുടിയിൽ തട്ടിന്ന് കണ്ടുപിടിച്ചത് പണ്ടത്തെ ടെക്നോളജി വെച്ചു. പക്ഷെ റൊണാൾഡോയുടെ ഒരു ഗോൾ ഒരു ഇതുണ്ടായിരുന്നു. അല്ലല്ല, അത് ബോളിനകത്ത് സെൻസർ ഉണ്ട്. അതാ പറഞ്ഞേ, അതൊക്കെ ഇവർക്ക് വേണം ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാമല്ലോ. ഇപ്പോൾ പോർച്ചുഗലിനെ ജയിപ്പിക്കണമെന്ന് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്കത് ചെയ്യാമല്ലോ. അതുപോലെ വാർ എത്ര ആക്യുറേറ്റ് ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇവൻ ആ മൊമെന്റിൽ, ആ ഫ്രെയിമിൽ അവൻ്റെ കാലിൻ്റെ തുമ്പ് അതിൻ്റെ പുറത്തായിരുന്നെന്ന് നമ്മൾ കാണുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. അത് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. അതൊന്നും അതും അറ്റ്ലീസ്റ്റ് റിയൽ ടൈം കാണിക്കുകയാണെങ്കിൽ നമുക്കറിയാം അവൻ അവിടെ നിൽക്കുന്നതെന്നുള്ളത്. ഇത് ആ ട്രാൻസിഷൻ നടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തോന്നുന്നു ഇവൻ അവിടെ അല്ലായിരുന്നതിൽ നിന്ന്. അത് കഴിഞ്ഞ് ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും ആൾ ഓൾറെഡി ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ടാവും. നമുക്ക് മനസ്സിലാൻ പറ്റത്തില്ല കറക്റ്റ് എവിടെ ആ ഫ്രെയിം എവിടെ പോസായെന്നുള്ള സാധനം. സോ അപ്പോൾ എനിക്കറിയത്തില്ല, വേണമെങ്കിൽ അങ്ങനെ. ഇന്നലത്തെ കളി കണ്ടുകൊണ്ട് എനിക്ക് ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം പോർച്ചുഗലിന് വേണ്ടി ജയിക്കാൻ, കാരണം ഇന്നലെ മാക്സിമം പോർച്ചുഗലിൽ എങ്ങനെയൊക്കെ തോപ്പിക്കാവോ അങ്ങനെയൊക്കെ തോപ്പിക്കാനാണ് നോക്കിയത് എനിക്ക് തോന്നിയത് ഇന്നലത്തെ കളി കഴിഞ്ഞപ്പം. ഇന്നലത്തെ മീൻസ് പോർച്ചുഗൽ ക്രൊയേഷ്യ ഗെയിം കഴിഞ്ഞപ്പം പോർച്ചുഗൽ ജയിക്കാതിരിക്കാൻ റെഫറി മാക്സിമം ട്രൈ ചെയ്തപോലെ എനിക്ക് തോന്നിയത്. വേറെ കളി കണ്ടാർക്കും അങ്ങനെ തോന്നിയായിരുന്നു. പക്ഷേ ആ ഒരു ഗോൾ ചിലപ്പോൾ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കളി ലെറ്റ്സ് ഇത് വിളിക്കുമായിരുന്നെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളി തെറുത്തുമായിരുന്നെങ്കിൽ ടൈ ആവത്തില്ല. ഏത് ഗോള്? ടൈയോ എക്സ്ട്രാ ടൈമിലേക്ക് പോകാൻ ക്രൊയേഷ്യയുടെ ഗോള്. എക്സ്ട്രാ ടൈമിലോട്ട് പോയായിരുന്നു എനിക്ക് ഉറപ്പാണ് ക്രൊയേഷ്യ ജയിക്കത്തുള്ളൂ. കാരണം എന്താ അറിയാമോ, എന്നെ കളി അവന്മാർ അവസാനം കളിച്ചുകൊണ്ടിരുന്ന അറിയാം. കാരണം പോർച്ചുഗൽ എല്ലാവരും സബ് ചെയ്തു, എന്തൊക്കെയോ ബി ടീം ഇറക്കി കളിക്കുന്ന പോലെയായിരുന്നു അവസാനം. നല്ല പ്ലേയേഴ്സ് ഒന്നുമില്ല. ഇപ്പം ആ മിഡ്ഫീൽഡിന് എല്ലാവരും കുറ്റം പറയുന്നുണ്ട്, എല്ലാവരും ഭയങ്കര ഹോൾഡിംഗ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ടിടത്തോളം ആ മിഡ്ഫീൽഡ് ഉള്ളപ്പോഴാണ് നമ്മുടെ കാലം ബോൾ നിൽക്കുന്നുള്ളൂ. പോർച്ചുഗലിൽ പൊസിഷനുള്ളൂ. ഇവർ പ്ലേയേഴ്സിനെ മാറ്റി വേറെ പ്ലേയേഴ്സിനെ ഇറക്കി കഴിയുമ്പോൾ പിന്നെ ബോൾ നിൽക്കുന്നില്ല. ബോൾ ആ മറ്റേമാരായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അത്രയും നേരം ഫസ്റ്റ് ഹാഫ് ഫുള്ള് പൊസിഷൻ ഇവർക്കായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പൊസിഷനൊന്നുമില്ല. കാരണം മറ്റവർ ഭയങ്കര അറ്റാക്കിങ്ങും സൂപ്പർ അറ്റാക്കിങ് ഒക്കെ ആകുമാർ. ഇവിടെ നിന്നൊക്കെ ആൾ വരുന്നത്, ഡിഫൻസിൽ നിന്നൊക്കെ ആൾ വന്ന് പറത്ത് വന്ന് അടിച്ചിട്ടൊക്കെ പോകുന്നു. അപ്പോൾ സോറി കോണ്ടാക്ട് വിട്ടു, എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് അപ്പോൾ എനിക്കൊരു പോയിന്റിൽ തോന്നി തോറ്റു കോട്ടയെ തോന്നി എനിക്ക്. ഓക്കെ. പക്ഷെ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലെറ്റ്സ് ഫൈനലിൽ കാപ്പി വാർഡയോ ആ ടീമും മറ്റേ ഉഗാണ്ടയും കൂടി ഫൈനൽ വന്നിട്ടുണ്ടെങ്കിൽ പകുതിയുടെ പകുതി പേര് കാണത്തില്ല. റൊണാൾഡോ അല്ലെങ്കിൽ മെസ്സിയൊക്കെ ഉള്ള ഫൈനൽ വരുവാണെങ്കിൽ പകുതിയുടെ പകുതി പേര് കാണത്തില്ല. അപ്പോൾ അതൊരു സംഭവമാണ്. അപ്പോൾ വേൾഡ് കപ്പിന് ഒബ്വിയസ്ലി അത്രയും വ്യൂവേഴ്സ് പോവും. ടിക്കറ്റും സംഭവം ഓൾറെഡി എനിക്കൊന്ന് ബുക്ക്ഡ് ആയ പോകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷെ എന്നാലും അപ്പോൾ അതും
ഉണ്ടകൊണ്ടാണോ ഇനി ചെയ്യുന്നത് എന്നും അതായിരിക്കും ആർഗ്യുമെന്റ്. കാര്യം മെയിൻ ടീമുകൾ ഫൈനലിൽ വരണം. ബട്ട് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ടീം ആവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല പ്ലേയേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് അവർ ഫൈനലിൽ എത്തത്തുള്ളൂ. അപ്പോൾ പക്ഷേ ഈ വേൾഡ് കപ്പിൽ ഇപ്പോൾ ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേസിൽ എന്തുകൊണ്ട് സംഭവിക്കുന്ന കാര്യം, കാരണം ഇത്ര ടീമുള്ളത് എന്നല്ല, ആകെ ഇത്ര പേരെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവരതിൻ്റെ എല്ലാ ടീമും അതിൻ്റെ ക്ലാസ് കാണിക്കുന്നുണ്ട്. ഈവൻ ഇന്ന് കളിച്ച കപ്പേവർഡ് എന്ന് പറഞ്ഞ ടീമാണെങ്കിലും ആരും പ്രതീക്ഷയില്ല. അവരെല്ലാം എന്താ ഡിഫൻഡറിനൊക്കെ ലിങ്ക്ഡിനിൽ നിന്നൊക്കെ ഹയർ ചെയ്തേക്കുന്നത്, ലിങ്ക്ഡിൻ ത്രൂ എന്തോ കിട്ടിയൊക്കെ ഹയർ ചെയ്തേക്കുന്നത്. അവരുടെ രാജ്യത്ത് മൊത്തം 1,00,000 ആൾക്കാരേ ഉള്ളൂ, ഏറ്റവും ചെറിയ രാജ്യം. അപ്പോൾ അങ്ങനെയുള്ള ടീമൊക്കെ ഇത്രയും ക്ലാസ് കളി കാണിക്കുന്നുണ്ടെങ്കിലും അപ്പോൾ അതെ, അവരൊക്കെ ചത്ത് പരിശ്രമിക്കും. അവർക്ക് നോക്കൗട്ട് വരത്ത് എന്ന് പറഞ്ഞ ചരിത്ര സംഭവമാണ്. അപ്പോൾ അവർ ചത്ത് പരിശ്രമിക്കും, മാക്സിമം എഫേർട്ട് ഇടും അവർ. അപ്പോൾ ഇന്ന പോലെ ട്രൈ ഒക്കെ ആവും, ചിലപ്പോൾ ഒരു ഇതൊക്കെ അട്ടിമറിയൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അല്ലാതെ ഇതൊക്കെ എനിക്ക് ഫുട്ബോൾ സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കളി സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ കളി കാര്യങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം നമ്മുടെ ഫ്രാൻസിന്റെ കളി വരുമ്പോൾ അവരൊരു ഗോളൊക്കെ അടിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം മൊത്തം അതൊന്നും സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവരുടെ ഗോളൊക്കെ പറഞ്ഞു ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഫിക്സ്റ്റേഴ്സ് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. മറ്റേ ട്രംപ് മറ്റേ ബോൾ എടുക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു, എടുത്തപ്പോൾ തന്നെ USA വന്നേക്കാം. അപ്പോഴത്തേക്കും പുള്ളി പറയുന്നൊരു സാധനമുണ്ട്, എനിക്കറിയാത്ത എന്തെങ്കിലും ഇവൻ അറിയാവുന്നത്. കാരണം ട്രംപ് ആദ്യം കൈയിട്ടിട്ട് ഒരു സാധനം ഇങ്ങനെ എടുക്കും. അപ്പം മറ്റേ ഇൻഫൻറ്റീനോ വന്നിട്ട് ചോദിക്കും ഇത് തന്നെ എടുക്കണം ഉറപ്പാണോ എന്ന് ചോദിക്കും. അപ്പോൾ ട്രംപ് പറയും എന്താ അങ്ങനെ വെച്ച് ഇനി എനിക്കറിയാത്ത എന്തെങ്കിലും നിനക്ക് അറിയാവുന്ന. എന്നിട്ട് അത് പറഞ്ഞിട്ട് പുള്ളി തുറന്നിട്ട് നോക്കുമ്പോൾ USAയുടെ സാധനമാണ് പുള്ളി എടുത്തത് ആദ്യമായിട്ട്. അപ്പോൾ പറഞ്ഞു ഇത് ഭയങ്കര വലിയ മിറാക്കിളാണല്ലോ, എടുത്തപ്പോൾ തന്നെ USA കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇച്ചിരി ഡ്രമാറ്റിക് ആണ്. പക്ഷേ ചിലപ്പോൾ ഇതും സ്ക്രിപ്റ്റ് ആയിരിക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ആദ്യം പറഞ്ഞ പോലെ റെഫറൻസിന് അറിയായിരിക്കും ഈ പ്ലേയേഴ്സിനൊന്നും റെഡ് കാർഡ് കൊടുത്തൊരിക്കലും കയറ്റി വിടരുത്, ഇമാരി ചില സൂക്ഷിച്ച് റെഡ് കാർഡ് കൊടുക്കണം. അതൊക്കെ ശരി, അതൊക്കെ ഒന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതൊക്കെ ഇപ്പോൾ ബാഴ്സലോണയ്ക്കെതിരെയൊക്കെ എന്തുമാത്രം അലിഗേഷൻസ് വന്നേക്കുന്നത്, അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ കുറേ കപ്പൊക്കെ ഇതുപോലെ റെഫറിക്ക് കാശ് കൊടുത്തിട്ട്. പണ്ടത്തെ കുറേ കളി കാണുമ്പോൾ നമുക്കറിയാം ചവിട്ടി കൊല്ലുമായിരുന്നു ആൾക്കാരൊക്കെ, ഒന്നും കിട്ടത്തില്ലായിരുന്നു. ക്യാഷ് കൊടുക്കുന്ന മാത്രമല്ല വ്യൂ ഉണ്ട്. ഇപ്പോൾ ലെറ്റ്സ് റൊണാൾഡോ കളിക്കാത്ത ഒരു പോർച്ചുഗലിന്റെ കളി അത്രയും വ്യൂ കുറഞ്ഞു പോലോ. അപ്പോൾ അതുകൊണ്ട് റൊണാൾഡോക്ക് റെഡ് കാർഡ് കൊടുത്ത് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ അതാണല്ലോ ഇപ്പോൾ മെയിനായിട്ടുള്ള അവരുടെ കോച്ചിന്റെ പ്രശ്നവും. കഴിഞ്ഞ വേൾഡ് കപ്പിലെ കോച്ചിനെ സാക്ക് ചെയ്യാൻ കാരണം അതായിരുന്നു. കാരണം ആലോചിക്കുക എന്തുമാത്രം പ്രഷർ ആ ഒരു കോച്ചിന്. റൊണാൾഡോയെ കളിപ്പിച്ചില്ലെങ്കിലും ജോലി പോകും, റൊണാൾഡോയെ കളിപ്പിച്ചാലും ജോലി പോകും, എന്ത് ചെയ്താലും ജോലി പോകും എന്നുള്ള അവസ്ഥ. പക്ഷേ കണ്ടറിയാം. എന്നാലും ഇങ്ങനെ കുറേ തിയറീസ് ഇപ്പോൾ വരുന്നുണ്ട്. പോർച്ചുഗൽ ജയിക്കും. കഴിഞ്ഞ വർഷം 2022 ഫുൾ ഇതായിരുന്നു, അർജന്റീന ജയിക്കുമായിരുന്നു, അർജന്റീന ജയിച്ചു. അതാ ഒരു സാധനം ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇങ്ങനെ വരുന്നുണ്ട്, നമുക്ക് കണ്ടറിയാം. സോ സ്ക്രിപ്റ്റഡ് ആണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ പോഡ്കാസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞത്. ഇത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ എന്റർടൈൻമെന്റ് ഫീൽഡിൽ വരുന്ന സാധനങ്ങളെല്ലാം തന്നെ ഇതാണെന്ന് തോന്നുന്നത്. ഈവൻ ബാസ്കറ്റ്ബോൾ സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്, അവരുടെ മെയിൻ IPL സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. സോ അപ്പോൾ ഇവൻ IPL സമയത്തൊക്കെ ആൾക്കാർ ലൈവായിട്ട് വീഡിയോ ഇടാറുണ്ട്, ഈ സ്ക്രിപ്റ്റ് എഴുതിയ മറ്റേ അളിയൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ അറിയത്തില്ല. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ IPL ചില കളികൾ കാണുമ്പോഴത്തേനും അതിന്റെ ക്ലോസ് ഫിനിഷിങ് പണ്ടൊക്കെ ഭയങ്കര റെയർ ആയിരുന്നു ക്ലോസ് ഫിനിഷ് വരുന്നത്. ഇപ്പോഴൊക്കെ എല്ലാ കളിയും ഒരു ബോളിലൊക്കെ ജയിക്കുന്നത്. എല്ലാ കളിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക കളികളും. പണ്ടൊക്കെ ഒരു കളി ഇങ്ങനെ കാണുമ്പോഴത്തേനും ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം കളി എന്നൊക്കെ പറയാനുള്ള കളികളായിരുന്നു. അപ്പം അതുകൊണ്ട്. പക്ഷെ അതെനിക്ക് വന്ന ഫോർമാറ്റ് മാറിയതിൻ്റെയും പ്ലേയേഴ്സിൻ്റെ അത്ര എവല്യൂഷൻ ആയതുകൊണ്ടിരിക്കും അത്രയും ഇപ്പോൾ ഇന്ത്യയിൽ ഇത്രയും കോടിക്കണക്കിന് ആൾക്കാരിൽ ഇത്രയും പേരെ പ്ലേയേഴ്സ് ആവത്തുള്ളൂ. അപ്പോൾ സീൻ പ്ലേയേഴ്സാണ് ഫുള്ള്, പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഇത് വേൾഡ് കപ്പ് സ്ക്രിപ്റ്റഡ് ആണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞറിയിക്കുക ഏതാണ് ടീം ജയിക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾ പറയുന്ന ടീം ജയിക്കുവാണെങ്കിൽ ബെൻസ് ബൈയുടെ റിയൽ നെയിം റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദാറ്റ് ബീങ് സെഡ്, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയിട്ട് ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള കുറേ ടോപ്പിക്കും സംഭവം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സ്, ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ തന്നെയാണെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സും തോട്ട്സും ഉണ്ടെങ്കിൽ പറഞ്ഞറിയിക്കുക. ആൻഡ് ദെൻ എന്തെങ്കിലും സജഷൻ സംഭവം ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു. കാര്യം ഞങ്ങൾ ഓപ്പൺ ആണ്. ആൻഡ് ദാറ്റ് ബീങ് സെഡ്, ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ റാപ്പപ്പ് ചെയ്യാണ്. സോ ഇനി അടുത്ത ആഴ്ചയിൽ വീണ്ടും വേറെ പോഡ്കാസ്റ്റ് കാണാം. സോ എല്ലാവരും ടേക്ക് കെയർ, ബൈ.